6 സെൻറ്റിൽ പണിത ഒരു പുതിയ വീടായിട്ടാണ് വന്നിട്ടുള്ളത്. 6 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീടാണ്. 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു കോമൺ ബാത്റൂമും, അങ്ങനെ 4 ബാത്റൂമുകളാണ് ഈ വീട്ടിൽ വരുന്നത്. തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ കടവല്ലൂർ പഞ്ചായത്തിൽ കോട്ടോൾ എന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത്. നിങ്ങളെന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കും, പ്രോപ്പർട്ടിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിൻ്റെ ശേഷം നമുക്ക് വില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. 10 അടി വീതിയുള്ള പ്രൈവറ്റ് റോഡാണ് ഈ പ്രോപ്പർട്ടി വരെ വരുന്നത്. അക്കിക്കാവ് സെൻറ്ററിൽ നിന്ന് ഒരു ഏകദേശം 5 കിലോമീറ്റർ താഴെ മാത്രം ദൂരത്ത് പഴഞ്ഞി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ 2.5 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. മുറ്റമെല്ലാം ടൈലിലൊക്കെ വിരിച്ച് മനോഹരമായിട്ടുള്ള മുറ്റത്തോടു കൂടി കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ബോർവെല്ലാണ് വീട്ടിലെ ജലസ്രോതസ്. സിറ്റ് ഔട്ട്, ലിവിങ് ഏരിയ ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് വരുന്നത്. 2 രീതിയിൽ ഉപയോഗിക്കാവുന്ന അടുക്കളയാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത്. പുറകുവശത്തായിട്ടാണ് വിറകടുപ്പിൻ്റെ സ്ഥാനം. ഇനി ബെഡ്റൂമിൻ്റെ കാഴ്ചയിലേക്ക് വരുമ്പോൾ 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഫ്ലോറിംഗെല്ലാം ചെയ്തിട്ടുള്ളത് ടൈൽസിലാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് വരുന്നത്. ഇതിപ്പോൾ 2ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡാണ്. വാർഡ്രോബൊക്കെ സൈഡിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി മുകളിലത്തെ കാഴ്ചയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി, ഒരു ബെഡ്റൂം, ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം, പിന്നെ ഒരു ഓപ്പൺ ടെറസും. ഇത്രയുമാണ് വിശേഷങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക്. ഇത് കോട്ടോൽ ജുമാ മസ്ജിദിൻ്റെ പരിസരത്തൊക്കെ വരുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ വിലയായി ഉദ്ദേശിക്കുന്നത് 55 ലക്ഷം രൂപ. നെഗോഷ്യബിൾ പ്രൈസാണ്, എന്നാലും കാര്യമായിട്ടുള്ള വിട്ടുവീഴ്ച നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഏകദേശം അടുപ്പിച്ചൊരു എമൗണ്ടാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയിൽ താഴെ ചാനൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെങ്കിലും അല്ലെങ്കിൽ വാങ്ങാനുണ്ടെങ്കിലും അതേ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ.